എലികളിൽ 100% മരണസാധ്യതയും മനുഷ്യരെ ബാധിച്ചേക്കാവുന്നതുമായ ഒരു പുതിയ മാരകമായ കോവിഡ് പോലുള്ള വൈറസ് പരീക്ഷണം നടത്താൻ ചൈന ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ജനുവരി 3-ന് ബയോഡെക്സീവ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധം ചൈനീസ് സൈന്യം പരിശീലിപ്പിച്ച ഡോക്ടർമാർ പങ്കോളിൻ കൊറോണ വൈറസ് എന്ന് വിളിക്കപ്പെടുന്നതിന്റെ വേർഷൻ പരീക്ഷിച്ചെന്നും അതുപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ഒരു കൂട്ടം എലികൾക്ക് നൽകിയെന്നുമാണ് ന്യൂസ് പോർട്ടൽ വിയോൺ റിപ്പോർട്ട് ചെയ്തത്. പങ്കോളിൻ എന്നാൽ ആഫ്രിക്കൻ ഏഷ്യൻ മേഖലയിൽ കണ്ടുവരുന്ന ഒരുതരം സസ്തനിയാണ്. ആക്ടിവേറ്റ് ചെയ്യാത്ത വൈറസ് 4 എലികളിൽ കുത്തിവെച്ചു. രോഗാവസ്ഥയിലുള്ള മറ്റ് 4 എലികളെയും ഇതിനായി ഉപയോഗിച്ചു. ലൈവ് വൈറസ് ബാധിച്ച എല്ലാ എലികളിലും കുത്തിവെപ്പിന് ശേഷം 7-8 ദിവസത്തിനുള്ളിൽ അണുബാധകൾ കണ്ടു തുടങ്ങി എന്നാണ് പ്രസിദ്ധീകരിച്ച ജേണലിൽ പറയുന്നത്. പരീക്ഷണത്തിന് ശേഷം വൈറസ് ബാധയേറ്റ 5 ദിവസത്തിനകം കൂട്ടത്തിലുള്ള 4 എലികളുടെ ശരീരഭാരം കുറഞ്ഞതായി വിദഗ്ധർ കണ്ടെത്തി. 7-ാം ദിവസം എലികൾ മന്ദഗതിയിലാകാൻ തുടങ്ങി. അവയുടെ കണ്ണുകൾ വെളുത്തു തുടുക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ലൈവ് വൈറസ് ബാധിച്ച എലികളിൽ ശ്വാസകോശത്തിലെ വൈറസിന്റെ ലോഡ് 6-ാം ദിവസം വരെ ഗണ്യമായി കുറവായിരുന്നു. മസ്തിഷ്ക സാമ്പിളുകളിലെ വൈറൽ RNA ലോഡുകളും വൈറൽ ടൈറ്ററുകളും 3 ദിവസം താരതമ്യേന കുറവായിരുന്നു. എന്നാൽ ദിവസം 6 ആയപ്പോഴേക്കും ഗണ്യമായി വർദ്ധിച്ചു. അണുബാധയുടെ പിന്നീടുള്ള ഘട്ടത്തിലെ ഗുരുതരമായ മസ്തിഷ്ക അണുബാധയായിരിക്കാം ഈ എലികളുടെ മരണത്തിന്റെ പ്രധാന കാരണമെന്നാണ് നിഗമനം. മരണകാരണം മസ്തിഷ്ക അണുബാധയുടെ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് ഗവേഷകരും പറഞ്ഞു. എലികളുടെ ശരീരത്തിൽ പ്രവേശിച്ചെന്ന് മാത്രമല്ല, തലച്ചോറ്, കണ്ണുകൾ, ശ്വാസകോശം തുടങ്ങിയ നിർണായക അവയവങ്ങളിലേക്കും വൈറസ് പടർന്നിരുന്നു. SARS-CoV-2വുമായി ബന്ധപ്പെട്ട പാങ്കോളിൻ കൊറോണ വൈറസ് HACE2 എലികളിൽ 100% മരണത്തിന് കാരണമാകുമെന്ന് കാണിക്കുന്ന ആദ്യത്തെ റിപ്പോർട്ടാണിതെന്നും ഇത് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു. അതേസമയം JN1 സബ് വേരിയന്റ് ഈ മാസം കോവിഡ് പുനരുജ്ജീവിപ്പിക്കുമെന്ന് ചൈനീസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദേശീയ ആരോഗ്യ കമ്മീഷൻ JN1ന്റെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം എടുത്തു കാണിക്കുകയും ഈ ശൈത്യകാലത്തും അടുത്ത വസന്തകാലത്തും ഒന്നിലധികം ശ്വാസകോശ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. ഇൻഫ്ലുവൻസ വൈറസുകൾ പ്രധാന രോഗകാരിയായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൈനീസ് നാഷണൽ ഇൻഫ്ലുവൻസ സെന്റർ മേധാവി വാങ് ദവാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വരവ്, കുറഞ്ഞ ഇൻഫ്ലുവൻസ നിരക്ക്, ജനസംഖ്യാ പ്രതിരോധശേഷി കുറയൽ തുടങ്ങി നിരവധി ഘടകങ്ങളാണ് JN1ന്റെ കുതിപ്പിന് കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.